നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച നടന്ന ലോക വാർത്താ വിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. ഋഷി സുനക് പടിയിറങ്ങുന്നു. ബക്കിംഗ്ഹാം പാലസിലെത്തി രാജാവിന് രാജിക്കത്ത് നൽകി. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ബക്കിംഗ്ഹാം പാലസിലെത്തി ചാൾസ് മൂന്നാമൻ രാജാവിന് രാജിക്കത്ത് നൽകി. ഭാര്യ അക്ഷത മൂർത്തിക്കൊപ്പം എത്തിയാണ് ഋഷി സുനക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ബ്രിട്ടനിൽ അധികാര കൈമാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമറിനെ ഉടൻ തന്നെ രാജാവ് വിളിക്കും. ഹസ്തദാനത്തിന് ശേഷം ബ്രിട്ടനിലെ പതിവ് രീതി അനുസരിച്ച് രാജാവിനെ വണങ്ങി കീർ സ്റ്റാർമർ അധികാരമേൽക്കും. ഈ ചടങ്ങുകൾക്ക് ശേഷം ഋഷി സുനക് ഔദ്യോഗിക വസതി ഒഴിയും. ബ്രിട്ടൻ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. I will shortly be seeing His Majesty the King to offer my resignation as Prime Minister. To the country, I would like to say first and foremost, I am sorry. I have given this job my all, but you have sent a clear signal that the government of the United Kingdom must change, and yours is the only judgment that matters. I have heard your anger, your disappointment, and I take responsibility for this loss. To all the Conservative candidates and campaigners who worked tirelessly but without success, I am sorry that we could not deliver what your efforts deserved. ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറുണ്ടാക്കണം. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രക്ഷോഭം. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെൽ അവീവ് അടക്കം ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു. 22-ാം വയസ്സിൽ കിട്ടാതെ പോയ ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് 105-ാം വയസ്സിൽ. ഒരു അമേരിക്കൻ മുത്തശ്ശിക്കാണ്. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിനായി എത്ര നാൾ കാത്തിരിക്കും? 1 മാസം, 3 മാസം, ഏറിപ്പോയാൽ 1 വർഷം. എന്നാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിനായി 83 വർഷം കാത്തിരുന്ന ഒരു വ്യക്തിയുണ്ട്. US-ലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലാണ് രസകരമായ സംഭവം നടന്നത്. 22-ാം വയസ്സിൽ കിട്ടേണ്ടിയിരുന്ന സർട്ടിഫിക്കറ്റ് വിർജീനിയ ഹിസ്ലോപ്പിന്റെ കൈകളിലെത്തിയത് 105-ാം വയസ്സിലാണ്. 1900 I felt I deserved it, and I was delighted to get it. ഫ്രാൻസിൽ ഇടതു മുന്നേറ്റമെന്ന് എക്സിറ്റ് പോൾ. രാജി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ. ഫ്രാൻസിലെ 2ാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെ അട്ടിമറിച്ച് ഇടതു സഖ്യം മുന്നേറുമെന്ന് എക്സിറ്റ് പോളിൽ സൂചന. ഇതോടെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ രാജി പ്രഖ്യാപിച്ചു. ഇന്ന് തന്നെ രാജിക്കത്ത് പ്രസിഡന്റിന് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസ് വിധിയെഴുതി. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മരീൻ ലെ പെൻ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി ഒന്നാമതെത്താമെങ്കിലും വലതുപക്ഷം സർക്കാർ രൂപവൽക്കരിക്കുന്നത് തടയാൻ മധ്യ ഇടതുപക്ഷ പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ നീക്കുപോക്കുകൾ ഫലം കണ്ടേക്കും. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിയും ഇടതു പാർട്ടികളും ജയസാധ്യത നഷ്ടപ്പെടാതിരിക്കാൻ ഒട്ടേറെ സീറ്റുകളിൽ പരസ്പരം മത്സരിച്ചില്ലെങ്കിലും കേവല ഭൂരിപക്ഷം നേടിയേക്കില്ല. ഇന്നലെ നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് നിരക്ക് ഉയരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. 370 നടന്നത്. പുതിയ കുടിയേറ്റ നയം വിദ്യാർത്ഥികളെയും നഴ്സുമാരെയും ബാധിക്കില്ല. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് ബ്രിട്ടൻ. ബ്രിട്ടനിൽ വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലേറിയപ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാനും അതിലൊരു കാരണമുണ്ടായിരുന്നു. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റ് എംപിയാകുന്ന ആദ്യ മലയാളി എന്ന ചരിത്രം കുറിച്ചു.
കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തകയായിരുന്ന ആഷ്ഫഡിൽ ബ്രിട്ടന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന ഡാമിയൻ ഗ്രീനിനെതിരെ അട്ടിമറി വിജയം നേടിയാണ് സോജൻ ജോസഫ് പാർലമെന്റിൽ എത്തിയത്. I am prepared to do what must be done. So early next year, we will introduce new legislation to make unambiguously clear that if you enter the UK illegally, you should not be able to remain here. Instead, you will be detained and swiftly returned either to your home country or to a safe country where your asylum claim will be considered. And you will no longer be able to frustrate removal attempts with late or spurious claims or appeals. And once removed, you should have no right to re-entry, settlement or citizenship. ടൈറ്റാനിക്കിന്റെയും അവതാറിന്റെയും നിർമ്മാതാവ് ലാൻഡോ അന്തരിച്ചു. ടൈറ്റാനിക്, അവതാർ തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ നിർമ്മാതാവായ ജോൺ ലാൻഡോ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഈ സിനിമകളുടെ സംവിധായകൻ ജെയിംസ് കാമറൂണിന്റെ ദീർഘകാല നിർമ്മാണ പങ്കാളിയായിരുന്നു. 1 വർഷത്തെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷമാണ് മരണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു. ഹോളിവുഡ് നിർമ്മാതാക്കളായ എഡി ലാൻഡോ ദമ്പതികളുടെ മകനായ ജോൺ ലാൻഡോ 1997 ജെയിംസ് കാമറോണിനൊപ്പം നിർമ്മിച്ച ടൈറ്റാനിക് ഔദ്യോഗികമായി ആഗോള ബോക്സ് ഓഫീസിൽ $100 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി. 2000-ലും 2022-ലും നിർമ്മിച്ച അവതാർ ദ വേ ഓഫ് വാട്ടർ എന്നീ ചിത്രങ്ങൾ പിന്നീട് ടൈറ്റാനിക്കിന്റെ റെക്കോർഡ് തിരുത്തി. ടൈറ്റാനിക്കിലൂടെ നിർമ്മാതാവിനുള്ള ഓസ്കർ അവാർഡും ലാൻഡോ നേടിയിരുന്നു. ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷ. ഗാസ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതിയിൽ ഹമാസ് അനുകൂല പ്രതികരണം അറിയിച്ചതായി റിപ്പോർട്ട്. ആദ്യം ഇസ്രയേലി സേന ആക്രമണം അവസാനിപ്പിച്ചാലേ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകൂ എന്ന പിടിവാശി ഹമാസ് ഉപേക്ഷിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഇസ്രയേലി സേന യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് പിൻവാങ്ങുകയും ഹമാസിന്റെ കസ്റ്റഡിയിൽ അവശേഷിക്കുന്ന പുരുഷന്മാരെയും സൈനികരെയും മോചിപ്പിക്കുകയും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം നടക്കും. വെടിനിർത്തൽ പദ്ധതിയിൽ ഹമാസ് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും സമാധാന ശ്രമങ്ങൾക്ക് വീണ്ടും ഊർജം കൈവന്നിട്ടുണ്ട്. ഖത്തറിൽ ഈ ആഴ്ച വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് സൂചന. ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കാൻ ഇസ്രയേലി മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു. ഇസ്രയേലി ചാരസംഘടന മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഖത്തറിലേക്ക് പോയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അൽ താനിയുമായി അദ്ദേഹം ചർച്ച നടത്തും. അതേസമയം വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്ന സൂചനയും ഇസ്രയേലി നേതൃത്വം നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ 1200ഓളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലി സേന ആരംഭിച്ച പ്രത്യാക്രമണത്തിൽ ഇതുവരെ മരണം 38,000-ന് മുകളിലായി. അമിത ജോലിഭാരം, റോബോട്ട് ആത്മഹത്യ ചെയ്തു, അന്വേഷണം തുടങ്ങി. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തു. ദക്ഷിണ കൊറിയയിലാണ് സംഭവം. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. റോബോട്ട് ജോലി ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തുകയും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വേൾഡ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ലോക വാർത്തകളുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നന്ദി.